ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി മൻ തഅല ഉമറുഹു വഹസുന അമലുഹു വശർറുന്നാസി മൻ തഅല ഉമറുഹു വസാഅ അമലുഹു. ജനങ്ങളിൽ നല്ലവൻ ദീർഘായുസ് ലഭിക്കുകയും കിട്ടിയ ആയുസ്സിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചയാളാണ്. ജനങ്ങളിൽ മോശക്കാരൻ ദീർഘായുസ് ലഭിച്ചിട്ടും തിന്മ ചെയ്ത് ജീവിച്ചവനാണ്. ആയുസ് എന്നുള്ളത് അല്ലാഹു നൽകുന്നൊരു സൗഭാഗ്യമാണ്. പക്ഷെ അത് സൗഭാഗ്യമായി മാറുന്നത് ആ ദീർഘായുസിൽ പടച്ചവന് വഴിപ്പെട്ട് ജീവിക്കാൻ കഴിയുമ്പോഴാണ്. തിന്മ ചെയ്യാനാണ് ദീർഘായുസെങ്കിൽ അതിനേക്കാൾ നല്ലത് പെട്ടെന്ന് മരിച്ചു പോകരുത് തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. അവർക്ക് അള്ളാഹു തീരുമാനിച്ച ആയുസ് കഴിഞ്ഞു, അവരുടെ നന്മ അള്ളാഹു അറിഞ്ഞു. ബനു അബ്ദുൽ ഹഷ്മിന്റെ ഗോത്രം മദീനയിലുണ്ടായിരുന്ന ഒരു പ്രമുഖ ഗോത്രമാണ്. മിസ്അദ് റളിയല്ലാഹുവിന്റെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിനൊക്കെ ആ ഗോത്രക്കാരനാണ്. ആ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും നേരത്തെ ഇസ്ലാമിലേക്ക് പോയി. ഒരാൾ ഒഴിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ല ആദ്യകാലത്ത്. അങ്ങനെ ഉഹുദ് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഈ മനുഷ്യൻ മുശ്രിക്കാണ്. അദ്ദേഹം യുദ്ധത്തിന് തയ്യാറെടുത്ത് നബിയുടെ അടുക്കൽ വന്നു. മുശ്രിക്കാണ്, പക്ഷേ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് മുസ്ലിമീങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് യുദ്ധവസ്ത്രം അണിഞ്ഞുകൊണ്ട് നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, മുസ്ലിം ഔഖാത്തിൽ, ഞാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് വേണ്ടി. ഞാൻ മുസ്ലിമൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നയാളാണ്. ഞാൻ മുസ്ലിം ആകിയിട്ട് യുദ്ധം ചെയ്യണോ അതോ യുദ്ധം ചെയ്യണോ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ വിശ്വാസം പറഞ്ഞ അസ്ലിം, ആദ്യം നീ മുസ്ലിം ആകി എന്നിട്ട് യുദ്ധം ചെയ്താൽ മതി എന്ന് പറയും. കാരണം മുസ്ലിം ആകാതെ യുദ്ധം ചെയ്ത് ഷഹീദായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. യുദ്ധത്തിൽ ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഉഹുദിൽ അദ്ദേഹം ഷഹീദായി. അപ്പോൾ വിശ്വാസം അദ്ദേഹത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അമില യസീറ വനാല കതീറ, വളരെ കുറച്ചേ മനുഷ്യൻ പണിയെടുത്തിട്ടുള്ളൂ, പക്ഷെ വല്ലാത്ത പ്രതിഫലം നേടിയെടുത്തു. ചുരുങ്ങിയ സമയമേ അദ്ദേഹം ഇസ്ലാമിലുള്ളൂ. വന്നു യുദ്ധക്കളത്തിൽ വന്നിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഉടനെ അദ്ദേഹം ഷഹീദാകാണ്. കുറഞ്ഞ പണിയെടുത്തിട്ടുള്ളൂ, പക്ഷെ വലിയ കൂലി അദ്ദേഹം നേടിയെടുത്തു. വലം യസ്ജുദിലില്ലാഹി സജദ, ഒരു സുജൂദ് പോലും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അതിനുമ്പോൾ അദ്ദേഹം ഷഹീദായി പോവുകയാണ്. അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. കുറഞ്ഞ ആയുസ്സിൽ ജീവിച്ചാൽ മതി, പക്ഷെ ആയുസ്സിൽ നമ്മൾ നേടിയെടുക്കാൻ കഴിയണം. വലിയ വലിയ പ്രമുഖരായ സഹാബാക്കളൊക്കെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു 33-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അദ്ദേഹമാണ് നാളെ ആലിമീങ്ങളെ നയിക്കുന്ന സ്വർഗത്തിലേക്ക്. ആലിമീങ്ങളുടെ നേതാവാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി 54 വയസ്സേ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ലോകത്ത് ഷാഫി ഇമാമിനെ അറിയാത്തൊരു മുസ്ലിം ഉണ്ടാവില്ല. അത്ര ജനങ്ങൾ മുസ്ലിമീങ്ങൾ സ്വാധീനം നേടി. ഇമാം നവവി വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ രചനകൾ ഇന്ന് മുസ്ലിം ലോകത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കിട്ടിയ ആയുസ്സിൽ അല്ലാഹു നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ആയുസ്സിൽ കിട്ടി തിന്മ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നന്മ ചെയ്യുന്ന കുറഞ്ഞ ആയുസ്, അതുകൊണ്ട് മരിച്ചു പോവുക എന്നുള്ളത്. അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകുകയും അതിൽ അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.